അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളും വെടിനിർത്തലും വലിയൊരു യുദ്ധത്തിനുള്ള മറയാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. മേഖലയിൽ സമാധാനം വരുമെന്ന് ലോകം കരുതിയ സമയത്ത് തങ്ങളുടെ ആയുധപ്പുരകൾ നിറയ്ക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണാപത്രത്തിന് ശേഷമുള്ള വെടിനിർത്തൽ കാലം തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ പരമാവധി മുതലാക്കിയെന്ന് ഇറാൻ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ചു. കുവൈറ്റിലേക്ക് കരമാർഗമുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും അവർ ഈ ഇടവേളയിൽ രൂപം നൽകി. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും സമാധാനം കൊണ്ടുവരാനും ഈ കരാറിലൂടെ കഴിയും എന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ തങ്ങൾക്കെതിരെ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കമായാണ് ഇറാന്റെ തീവ്ര നിലപാടുകാർ ഇതിനെ കണ്ടത്. ഈ സമയം അവർ മേഖലയിലെ മറ്റു സായുധ സംഘങ്ങളുമായി ചേർന്ന് പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനയാൻ ഉപയോഗിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ അന്തിമ സമാധാന കരാറിലെത്താനുള്ള 60 ദിവസത്തെ സമയപരിധി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമാധാന നീക്കങ്ങളെല്ലാം പരാജയപ്പെടുത്തിയത് ഇസ്രയേലാണെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ആരോപിക്കുന്നത്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യ മറ്റൊരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇറാന്റെ ഈ ഇരട്ടത്താപ്പ് പുറത്തു വന്നതോടെ കടുത്ത ജാഗ്രതയോടെയും കരുതലോടെയുമാണ് അമേരിക്ക ഇപ്പോൾ സാഹചര്യങ്ങളെ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്.